അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിനി അടുത്തതായി പഠിക്കാനുള്ളത് രണ്ടാം പുസ്തകത്തിലെ അതിലെ രണ്ടാം പാർട്ടാണ്, അഥവാ നസ്ം കി ദീഗർ അസ്നാഫ്. നസ്മിൻ്റെ മറ്റുള്ള ഇനങ്ങളെക്കുറിച്ചാണ് നമുക്കിനി പരിചയപ്പെടാനുള്ളത്. വളരെ വേഗത്തിലൊന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുകയാണ്. കാര്യങ്ങൾ വാക്കർത്ഥങ്ങൾ വിശദീകരിക്കുന്നില്ല, അർത്ഥം വെക്കുന്നില്ല, ആശയങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ പഠിക്കാൻ മാത്രമേ നമുക്ക് നിർദ്ദേശമുള്ളൂ. പിന്നെ കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് ഈ പാഠത്തിൽ മെയിനായിട്ട്. ഓരോ കാര്യങ്ങൾ, ഖസീദ എന്താണ്, നസ്മിൻ്റെ മറ്റു ഇനങ്ങൾ ഏതാണ്, അതിലുള്ള അജ്സായ തർക്കീബി അത് എങ്ങനെയൊക്കെയാണ് വരിക, അതിലെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കലാണ് ഈ പാഠം കൊണ്ട് ലക്ഷ്യീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാഠം അർത്ഥം വെക്കല്ല, കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാണ്. അപ്പം എന്നാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂട്ടോ. ഉറുദു അദബ് കെ മോട്ടെ തौर पर दो हिस्सों में तकसीम किया जाता है. ഉറുദു അദബിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായി തിരിക്കാം. ഏക് നസ്രി അദബ് और दूसरा ഷായരി. അഥവാ ഉറുദു സാഹിത്യത്തെ ഗദ്യം പദ്യം എന്ന രീതിയിൽ രണ്ടായി തിരിക്കാം. ഷായരി അദബ് കോ ഹം നസ്ം और ഗസൽ के दो बड़े जुमरों में तकसीम करते हैं. ഇതിലെ തന്നെ കവിതയെ അഥവാ ഷായരിയെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട്, മറ്റു രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കാം. അതാണ് ഒന്ന് നസ്മും മറ്റൊന്ന് ഗസലും. उर्दू शायरी का जब भी तज़किरा होता है तो आम तौर से उससे मुराद ഉറുദു ഗസൽ ഹോത്തി ഹെ. ഷായരി എന്ന പദം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് അത് ഗസലിനാണെങ്കിലും ഗസലിനാണ്. ബഖൗലെ മസ്ഊദ് ഹുസൈൻ റസ്വി പറഞ്ഞതൊന്ന് പറഞ്ഞതൊന്ന് ഗസൽ ഹമാരി ഷായരി की वो सिन्फ है जिसकी ख़ुसूसियतें ഹർ നിഗാഹ് കോ അപ്നി തറഫ് ഖിഞ്ചത്തി ഹെ. ഗസൽ എന്നാൽ നമ്മുടെ കവിതാ ശകലങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു ഇനമാണ്. ഏതൊരു വ്യക്തിയെയും അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ എല്ലാവരുടെയും ദൃഷ്ടിയെ ആകർഷിക്കുന്നതായിരിക്കും. ഹർ ദിൽ മേ ഘർ കർത്തി ഹെ, ഏതൊരു മനസ്സിലും വളരെ സ്വാധീനിക്കുന്നതാണ് ഗസൽ എന്നാൽ. ഓർ ഹർ മഹ്ഫിൽ കോ ഗർമാത്തി ഹെ, ഏതൊരു സദസ്സിനും ചൂട് പിടിപ്പിക്കുന്നതാണ് ഗസൽ കാവ്യങ്ങൾ എന്നാൽ. മിഖ്ദാർ ക ലിഹാസ് സെ ബി ഗസൽ കാ പാല ഭാരി ഹെ. അളവ് നോക്കുകയാണെങ്കിലും ഗസൽ കുറച്ച് അധികമാണ്. എന്നാൽ മഗർ ഖസീദെ മസ്നവിയ റുബായിയ ഖത്അ और മുസൽസൽ നസ്മേं भी कुछ कम नहीं है. എന്നാൽ ഉറുദു ഷായരിയിൽ ഗസൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഖസീദകൾ, മസ്നവികൾ, റുബായികൾ, ഖിത്അകൾ, അതുപോലെ മുസൽസലായിട്ടുള്ള പരമ്പരകളായി വരുന്ന മറ്റ് കവിതകളും നമുക്ക് ഉറുദുവിൽ കുറവല്ലാതെ തന്നെ കാണാൻ കഴിയും. ബൽക്കെ മജ്മൂഇ ഹൈസിയത്ത് സെ ഗസലോൻ സെ കഹീ സിയാദ ഹെ. എന്നാൽ ഇതെല്ലാം കൂടെ അതിൻ്റെ അളവുകൾ നോക്കുകയാണെങ്കിൽ ഗസലിനേക്കാൾ എത്രയോ അധികമായിട്ട് നമുക്കതിനെ കാണാനും കഴിയും. शायरी अदब में नज़्म अब एक अलाहिदा सिन्फ़ की हैसियत इख्तियार कर चुकी है. കവിതകൾ എന്ന ഇനത്തിൽ ഗസൽ എന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇനമായി തീർന്നിട്ടുണ്ടെങ്കിൽ നസ്ം എന്ന മറ്റൊരു ഇനമായി തന്നെ തീർന്നിട്ടുണ്ട്. और जदीद दौर में इसकी मकबूलियत में बहुत इजाफा हुआ है. പുതിയ കാലഘട്ടത്തിൽ ഇതിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നസ്ം കെ ലഗവി മാന, ഇനി നസ്മ് എന്നതിൻ്റെ വാക്കർത്ഥം എന്താണ് എന്നൊന്ന് ശ്രദ്ധിക്കൂ. അതിൻ്റെ അർത്ഥം എന്താണ്? നളമ എന്ന് പറഞ്ഞാൽ കോർത്തിണക്കി എന്നൊക്കെ അല്ലേ അതിൻ്റെ അർത്ഥം നമുക്കറിയാവുന്നതാണ്. നസ്മ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലഗവി മാന ലഡീമെ മോത്തി പെറോന, അഥവാ മുത്തുമാലയിൽ മുത്തുകൾ കോർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നസ്ം കെ ദൂസരെ മാന തെർത്തീബ് യാ ആറായിഷ്, അതിനെ അലങ്കരിക്കുക, ഓർഡറിൽ വെക്കുക, കൃത്യമാക്കി വെക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഉറുദു മേ ഇസ്തിലാഹ് കെ തौर पर എന്താണ് ഇസ്തിലാഹ നിലക്ക് ഉറുദു എന്ന് വെച്ചാൽ, നസ്ം ക ലഫ്സ് ദോ മഫാഹിം മേ ഇസ്തേമാൽ ഹോത്താ ഹെ. നസ്ം എന്ന പദം രണ്ട് അർത്ഥങ്ങളിലായിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ട്. ആം और वसी मफ़हूम में ये लफ्ज़ नसर के मद्दे मुकाबिल के तौर बोला जाता है. അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ നസ്ർ എന്നതിന് നേരെ വിപരീതമായിട്ട് ഷായരി എന്ന അതേ അർത്ഥത്തിന് വേണ്ടി നസ്മ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അഥവാ ഷായരി എന്ന അതേ അർത്ഥത്തിൽ നസ്മ് എന്നും ഉപയോഗിക്കപ്പെടാറുണ്ട്. പിന്നീട് और इसमें वो तमाम औसाफ और असालीब शामिल होते हैं जो हैअत के एतबार से नसर नहीं है. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസറിൻ്റെ നേരെ മുക്കാബലയിൽ ഓപ്പോസിറ്റായി പറയുന്ന
ഷാഇരി നസ്മിൽ ഷാഇരി എന്ന ഇനത്തിൽ ഏതൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുമോ, നസർ രൂപത്തിൽ വരാത്തത് ഏതൊക്കെയുണ്ടോ അതിനെയെല്ലാം നമുക്ക് ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മഖ്സൂസ് और महदूद मफ़हूम में नज़्म शायरी की एक सिन्फ इस सिन्फ को कहते हैं जिसमें किसी ख़ास मौजू पर मुसलसल कलाम के साथ इजहार ख़याल किया जाता है. എന്നാൽ ഒരു പ്രത്യേകമായ ഇതിൻ്റെ ഇസ്തിലാഹിയായ അതിൻ്റെ ടെർമിനോളജി എന്ത് അർത്ഥത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഉറുദു കവിതകളിലെ ഇത്തരത്തിലെ ഒരു ഇനമാണ് ഇസ് സിൻഫുക്കോ കഹ്തേ ഹേ. ഇത് പ്രത്യേകം അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. ഇസ് സിൻഫുക്കോ കഹ്തേ ഇത്തരത്തിലുള്ള ഒരു കവിതയുടെ ഇനമാണ് ജിസ്മെ കിസി ഖാസ് മൗസൂ പർ ഒരു പ്രത്യേക വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് മുസൽസൽ കലാം കെ സാത്ത് ഇസ്ഹാറെ ഖയാൽ കിയാ ജാത്താ ഹെ. നിരന്തരം പ്രതിപാദിച്ചുകൊണ്ട് തൻ്റെ ചിന്തകൾ പങ്കുവെക്കപ്പെടുന്നു. അതാണ് നസ്മ്. ഒരേ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് അതിൻ്റെ വ്യത്യസ്ത മേഖലകളെക്കുറിച്ച് സ്വന്തം ചിന്തകൾ പങ്കുവെക്കുന്നതിനെയാണ് നാം നസ്മ് എന്ന് വിളിക്കുന്നത്. നസ്ം में एक से ज़्यादा मौज़ूआत भी हो सकते हैं. എന്നാൽ നസ്മിൽ ഒന്നിലധികം വിഷയങ്ങളും ഉൾക്കൊള്ളിക്കാം. लेकिन ये सब उनकी एक बुनियादी मौजू के तहत या उससे मरबूत होते हैं. പക്ഷേ അതിൻ്റെ അടിസ്ഥാനികമായിട്ടുള്ള ഒരു വിഷയമുണ്ടാകും. അതിനോട് ബന്ധിപ്പിച്ച് മാത്രമേ മറ്റു വരികൾ വരാൻ പറ്റുകയുള്ളൂ. നസ്ം കാ एक മർക്കസി ഖയാൽ ഹോത്താ ഹെ. അതിൻ്റെ ഒരു കേന്ദ്രീകൃത ചിന്ത അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ജിസ്കെ ഗിർദ് പൂരി നസ്ം കാ താന ബാന ഹോത്താ ഹെ. ആ ഒരു കേന്ദ്രീകൃത തീം എന്താണോ അതിനനുസൃതമായിട്ടായിരിക്കും മറ്റുള്ള കവിതകളൊക്കെ മറ്റുള്ള വരികളൊക്കെ രൂപപ്പെടുന്നത്. നസ്ം കി ഇൻ ഖുസൂസിയാത് കി റോഷ്നി മേ യേ കഹാ ജാ സക്താ ഹെ. ഈ നസ്മിൻ്റെ സവിശേഷതകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും कि उर्दू गज़ल के अलावा जितनी भी असनाफ़ शायरी वो सब नज़्म में दाखिल है. ഗസലിൽ പെടാത്ത ഏതൊക്കെ സിൻഫുകളുണ്ടോ, കവിതകളായിട്ട് ഏതൊക്കെ സിൻഫുകളുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു ഗണത്തിൽ നസ്മി എന്ന ഗണത്തിൽ പെടുത്താവുന്നതാണ്. ലേക്കിൻ അപ്നി ചന്ദ് അലഗ് ഖുസൂസിയാത് की बिना पर कुछ असनाफ जैसे कसीदा, मसनवी, मरसिए, ഖിത്അ വഗേറ കെ നാം മുതഅയിൻ ഹോ ഗയേ ഹെ. പക്ഷേ അതിൻ്റെ പ്രത്യേകമായ ചില സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് അതിന് ചില പ്രത്യേക പേരുകളും ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതാണ് ഖസീദ, മസ്നവി, മർസിയ, ഖിത്അ എന്നൊക്കെ പറയുന്നത്. इसलिए इन असनाफ को नज़्म न कहकर उन्हें दूसरे नामों से याद किया जाता है. അതുകൊണ്ട് തന്നെ ഇവകളെയെല്ലാം നസ്മ് എന്ന പേരിലല്ല വിളിക്കപ്പെടാറുള്ളത്. ഖസീദകളെ ഖസീദ എന്ന പേരിലാണ് വിളിക്കപ്പെടാറുള്ളത്. മറ്റു ഇതര അതിന് സവിശേഷമായ മറ്റു പേരുകളിലാണ് അവകളെയെല്ലാം വിളിക്കപ്പെടാറുള്ളത്. ഉറുദു കെ ഷേരി ഹിസ്സേ മേ सिन्फ़ गज़ल और सिन्फ़ नज़्म पर अलग अलग किताबें हैं. उन किताब में आपको नज़्म की दूसरी अहम असनाफ़ सुखन यानी क़सीदा, मरसिया, मसनवी, रुबाई और क़ित्आ से मुतारफ़ कराया गया है. അപ്പോൾ എന്താണ് ഖസീദ, മർസിയ, മസ്നവി, റുബായി എന്നതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇതെന്താണ് എന്നതെല്ലാം. ഇനി ഖസീദ എന്താണ്, അതിൻ്റെ ഇനങ്ങൾ, അതിൻ്റെ ചരിത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാഠം നിർത്താം. ഖസീദ एक ऐसी सिन्फ़े सुखन है അല്ലെങ്കിൽ ഐസെ സിൻഫെ സുഖൻ ഹെ. ഇത്തരത്തിലുള്ള ഒരു ഇനമാണ്, ഒരു വിഷയമാണ്. ജിസ്ക ദാമൻ മൗസൂ കെ ഇത്തിബാർ സെ ബഹുത് വസീ ഹെ. ഖസീദ എന്നത് അതിൻ്റെ വിഷയം അത് നോക്കുകയാണെങ്കിൽ അത് വളരെ പ്രവിശാലമാണ്. इसमें तारीफ और मजम्मत के अलावा दूसरे मौज़ूआत का बयान भी किया जा सकता है. വെറും ഒരാളെ വർണ്ണിക്കുക അല്ലെങ്കിൽ ഒരാളെ ആക്ഷേപിക്കുക എന്നതിലുപരി മറ്റു പല വിഷയങ്ങളും അതിൽ വിശദീകരിക്കപ്പെടാറുണ്ട്. മസലൻ മനാസിറ കുദറത്ത് അഥവാ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയുടെ കാഴ്ചകൾ, മസ്ഹബി ഖയാലാത്ത്, മതകീയമായ ചില ചിന്തകൾ, പന്തോ നസീഹത്ത്, ഗുണോപദേശങ്ങൾ, മഹാഷി ബദ്ഹാലി, സമൂഹത്തിൻ്റെ ദുഷിച്ച ദുരവസ്ഥ, സിയാസി ഇന്തിഷാർ, രാഷ്ട്രീയമായിട്ടുള്ള ഛിദ്രത, ഇതെല്ലാം ഈ ഖസീദയുടെ വിഷയമായിട്ട് വരാറുണ്ട്.
ഖസീദയ്ക്ക് ഇബ്തിദ അറബ് സെ ഹുയി. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഖസീദൻ്റെ തുടക്കം കുറിക്കുന്നത് അറേബ്യയിൽ നിന്നാണ്. ഇറാൻ മേ ജബ് ഷെയറോ ഷായരി ഷുറൂ ഹോത്തി തോ ഷായറോനെ അറബ് വാലോം കി തഖ്ലീദ് കി. ഇറാനിൽ ഈ ഷിറു ഷായരി കവിത പാടുന്ന സ്വഭാവം, ഈ കവിത പാടുന്ന ആ ഒരു ശൈലി ഇറാനിൽ തുടക്കം കുറിച്ചപ്പോൾ അവർ അറേബ്യയെ പിൻപറ്റുകയും അവരുടെ അറേബ്യയെ പിൻപറ്റുകയും ചെയ്തു. ഖസീദ എക് സിൻഫെ സുഖൻ ഹെ ജിസ്സെ ഇൻആമോ ഇക്റാം വഗേറ ഹാസിൽ കിയാ ജാ സക്താ താ. ഖസീദ പാടുന്നതിലൂടെ സമ്മാനങ്ങൾ നേടാമായിരുന്നു. ഇസ്ലിയെ ഫാരിസി ഷായരിനെ ഇസ് സിൻഫ് കോ ഇന്തിഹായി ബുലന്ദിയോം പർ പഹുഞ്ചാ ദിയ. ഇത്തരത്തിൽ ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചു പോന്നു എന്നതിനാൽ തന്നെ ഇറാനിൽ വെച്ച് ഈ ഖസീദ പാടുന്നത് വളരെ വ്യാപിക്കുകയും ചെയ്തു, അതിന് വളരെ വ്യാപനം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഒരാളെ പുകഴ്ത്തുക എന്നാണ് ഉദ്ദേശമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലുള്ള വിശേഷണങ്ങൾ എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ ഇൽമ്, അദ്ദേഹത്തിൻ്റെ സവിശേഷത, അദ്ദേഹത്തിൻ്റെ നീതി, അതുപോലെ അദ്ദേഹത്തിൻ്റെ ധൈര്യം, അദ്ദേഹത്തിൻ്റെ ഔദാര്യം, അതൊക്കെ വലിയ ബടാച്ചടാക്കർ എക്സാജറേറ്റ് ചെയ്തിട്ട് വലിയ മുബാലകത്താക്കിയിട്ട് കൊടുക്കുക എന്നാണ് അതിലുണ്ടാകുക. പിന്നെ ഇനി അടുത്തത് ദുആ യാ ഹുസ്ന തൊലബ്, അവസാനത്തെ പോർഷനാണ് ദുആ യാ ഹുസ്ന തൊലബ് എന്നത്. ഈ ഖസീദയ്ക്ക് ആഖിരി ഹിസ്സ ഹെ, ഇതാണ് ഖസീദയുടെ അവസാനത്തെ പോർഷന്. മദഹ് കെ ബാദ് ബുസുർഗാനെ ദീൻ കെ തവസ്സുത് സെ ഖുദാ സെ ദുആ മാംഗി ജാത്തി ഹെ. അപ്പോൾ ഒരു രാജാവിനെ പോലെ തന്നെ വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതരെ കുറിച്ചും വലിയ വലിയ കവിതകളൊക്കെ പറയാറുണ്ട്. സൂഫികളെ കുറിച്ചൊക്കെ വലിയ വലിയ കവിതകളൊക്കെ പാടാറുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വലിയ രാജകന്മാരൊക്കെ പറഞ്ഞിട്ട് അവരെ ഇടതേടിക്കൊണ്ട് അവസാനം പ്രാർത്ഥന നടത്തുന്നു. അവരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ സഹാവത്ത്, അവരുടെ ഔദാര്യം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടതേടിക്കൊണ്ട് പ്രാർത്ഥന നടത്തും. ആ പ്രാർത്ഥനകളാണ് അവസാനം ഉണ്ടാക്കുക. ഉൻകെ തവസ്സുസെ ബുസുർഗാനെ ദീൻ കെ തവസ്സുസെ, വലിയ പണ്ഡിതന്മാരുടെ ഇടതേടിക്കൊണ്ട് ദുആ മാംഗി ജാത്തി ഹെ. और अगर कसीदा किसी शख्स की मदह में है तो हुस्न तलब से काम लेकर शायर अपने लिए इनाम का तालिब होता है. പിന്നെ അഞ്ഞ് ഒരാളെ ഒരു രാജാവിനൊക്കെ പുകഴ്ത്തിയിട്ടാണ് പറയുന്നത് എങ്കിൽ അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തനിക്ക് സമ്മാനം കിട്ടാൻ വേണ്ടി തേടുകയാണ് ഉണ്ടാവുക. यानी कसीदों में सिर्फ ममदूहों की सेहत और दराजी उम्र वगैरह की दुआ मांगकर ഖസീദ ഖത്തം കർ ദിയാ ജാത്താ ഹെ. അഥവാ നമ്മൾ ആരെക്കുറിച്ചാണോ ഖസീദ പാടുന്നത് അവർക്ക് ദീർഘായുസ് കിട്ടണേ എന്നൊക്കെ പാടിക്കൊണ്ട് അവർ ഖസീദ അവസാനിപ്പിക്കാറാണ് ചെയ്യാറുള്ളത്. ഇനി ഖസീദയുടെ ഇർത്തിഖ, അതിൻ്റെ വ്യാപനം, അതിൻ്റെ വളർച്ച എത്തരത്തിലാണ് ഉണ്ടായത് എന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം. ഡക്കാൻ മേ ജബ് ഉറുദു ഷായരി കാ ആഗാസ് ഹുവാ തോ ഖസീദ നിഗാരി കി തറഫ് ഭി ഖാസ് തവജ്ജുഹ് കി ഗയി. അപ്പോൾ ഡക്കാനിൽ ഉറുദു ഷായരി വ്യാപനം കൊണ്ടപ്പോൾ ഖസീദയ്ക്കും പ്രത്യേകമായിട്ട് അവർ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ക്യൂങ്കെ ഇസ് സമാനെ മേ ഉറുദു ഷായരി സെ ദിൽചസ്പി ലേനെ വാലെ ലോഗ് ആം തോർ പർ സൂഫിയായ ക്രാം थे. കാരണം അക്കാലത്ത് കൂടുതൽ ഉറുദു ഷായരിയോട് താല്പര്യം പുലർത്തുന്നവർ അത് പ്രഗത്ഭരായ സൂഫികളായിരുന്നു. ഇസ്ലിയെ ഐസെ ഖസീദെ സിയാദ കഹെ ഗയെ ജിന്മേ ഖുദാ और ബുസുർഗാനെ ദീൻ കി മദ്ഹ് की जाती है. വലിയ പണ്ഡിതന്മാരെ, സൂഫികളെ പ്രശംസിച്ചുകൊണ്ട്, അവരെ മദ്ഹ് ചെയ്തുകൊണ്ട് ധാരാളം ഖസീദകൾ നമുക്ക് ഉറുദുവിൽ കാണാൻ കഴിയും. മുഹമ്മദ് ഖലീ ഖുതുബ് ഷാ ഗാലിബൻ പഹല ഷായർ ഹെ ജിസ്നെ ഖസീദ നിഗാരി കാ ബാഖായിദ ആഗാസ് കിയ. മുഹമ്മദ് ഖലീ ഖുതുബ് ഷാ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഖസീദയുടെ തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് പറയാനാവും. ഉസ്നെ ഹംദ്, नात मंकबत वगैरह के साथ साथ मजहबी त्यौहारों और मौसमों पर भी नज़में कहीं जो कसीदे ही की एक शक्ल हैं. അദ്ദേഹം ഖസീദയുടെ കോലം തന്നെ നാത്തും മങ്കബത്തും, മങ്കബത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരെ കുറിച്ചുള്ള പുകഴ്ത്തലും അതിൻ്റെ കൂടെ തന്നെ മതകീയമായിട്ടുള്ള ചില ആചാരങ്ങളും അതുപോലെ ചില ഉത്സവങ്ങളും ചില സീസണുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഖസീദ രൂപത്തിൽ തന്നെ കവിത പാടിയിട്ടുണ്ട്. സൗദാക്കെ ജമാനത്തേക്ക്. അപ്പോൾ മുഹമ്മദ് ഖലീ ഖുതുബ് ഷാ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് മുഹമ്മദ് ഖലീ ഖുതുബ് ഷാ. ഇനി ശേഷം പറയാനുള്ളത് സൗദയെക്കുറിച്ചാണ്. സൗദയ്ക്ക് ज़माने उर्दू में अच्छे खासे कसीदे कहे जा चुके थे, लेकिन सऊदा पहले शायर हैं जिन्होंने कसीदा निगारी को बाकायदा फ़न की हैसियत से इंतहाई बुलंदियों पर पहुँचा दिया. സൗദയാണ് ഈ കസീദയെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ, അതിൻ്റെ ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു വേറിട്ട ഒരു ശൈലി തന്നെയായിട്ട് കസീദയെ വേറെ തന്നെ നസ്മ് എന്നതിൽ നിന്ന് വേറിട്ട ഒരു രൂപം തന്നെ കൊടുത്തത്
ഖസീദക്ക് കൊടുത്തത് അത് സൗദയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അഗർ ഉനെ ഇസ് ഫൻ കാ ഇമാം കഹാ ജാത്തെ തോ ഗലത് ന ഹോഗ, അദ്ദേഹമാണ് ഈ ഫന്നിൻ്റെ ഇമാം എന്ന് വിളിക്കുകയാണെങ്കിൽ ഒരിക്കലും തെറ്റാകൂല. ഉൻഹുന്നെ ഹംദോ നാത്തോ और मंकबत भी का है और बादशाहों और अमीरों की मदह भी की, അദ്ദേഹം അമീർമാരെ അവരുടെ പുകഴ്ത്തലും അതുപോലെ രാജാക്കന്മാരെ പുകഴ്ത്തലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഖസീദ के अंदाज़ बयान दूसरे असनाफ़ सुहन से मुख्तलिफ होता है. मजमून आफरीनी, जोश बयान, पुरुष को अल्फाज, रवानी, सलासत और जिद्दत वगैरह ഖസീദ की ख़ुसूसियात है. അഥവാ മറ്റുള്ള എഴുത്തുകളിൽ നിന്ന്, മറ്റുള്ള കവിതകളിൽ നിന്ന് ഖസീദ വ്യതിരക്തമാകുന്നത് അതിൻ്റെ അസ്നാഫ് സുഹൻ, ദൂസര അസ്നാഫ് സുഹൻ സെ മുഖ്തലിഫ് ഹോത്താ ഹെ, അത് മറ്റുള്ള ഇനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത് അതിൻ്റെ വിഷയമാക്കി എടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതുപോലെ അത് ഇതിലെ ഓരോ കവിതകൾ പാടുമ്പോൾ അതിലുള്ള എത്രമാത്രം ആവേശത്തോടു കൂടെ എത്രമാത്രം മനസ്സ് കൊടുത്തിട്ട് പാടുന്നു, അതിലുള്ള ആ ഒരു അസറ്, അതുപോലെ വളരെ കോർത്തിണക്കിക്കൊണ്ടുള്ള ലഫ്ലുകൾ, അതുപോലെ അതിൻ്റെ ഒഴുക്കുകൾ, ആ കവിതയുടെ ഒരു ഒഴുക്ക്, ഇതൊക്കെ അതിൽ വളരെ എത്രമാത്രം പ്രയത്നിച്ചുകൊണ്ട് എത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ കവിതകൾ ഇത്ര ഈ ഒരു നല്ല രൂപത്തിൽ കോർത്തിണക്കിയത് എന്ന്, ആ ഒരു ജിദ്ദത്ത്, ആ ഒരു പ്രയത്നം, ഇതൊക്കെ ഖസീദയുടെ ഒരു വ്യതിരക്തതയാണ്. മറ്റുള്ള കവിതകളിൽ നമുക്ക് ഇത്രമാത്രം പ്രയത്നങ്ങൾ അല്ലെങ്കിൽ ഇത്ര സൂക്ഷ്മമായി ചിന്തിക്കേണ്ട ഒരവസ്ഥ നമുക്ക് മറ്റുള്ള കവിതകളിലൊന്നും കാണാൻ കഴിയില്ല. പിന്നെ സൗദ के कसीदों में ये तमाम खूबियाँ पाई जाती हैं. ഈ സവിശേഷതകളെല്ലാം സൗദയുടെ കവിതകളിലുണ്ട് എന്ന് തന്നെ പറയാം. इस ज़माने में मीर तकी मीर और कायम चंद चांदपुरी वगैरह ने भी कसीदे के हैं. ഇത്തരത്തിലുള്ള ആളുകളും കവിത പാടിയിട്ടുണ്ട്. ലേക്കിൻ സൗദ के सामने उनका चिराग न जल सका. പക്ഷേ സൗദയുടെ കവിതകൾക്ക് മുന്നിൽ അവരുടെ കവിതകൾക്കൊന്നും അവരുടെ വിളക്കുകളൊന്നും കത്താൻ സാധിച്ചില്ല. ഉറുദു കസീദ നികാരിമേ സൗദ के बाद, ഇനി സൗദയ്ക്ക് ശേഷം പ്രത്യേകം എടുത്തു പറയാനുള്ളതാണ് ഇൻഷാ കാ നാം ആതാ ഹെ. ഇൻഷാ എന്ന ആളാണ് പിന്നീട് കാലിയ കുത്തുബ് ഷാ സൗദ ഇൻഷാനെ ഫാരിസി और ഉറുദു दोनों जुबानों में कसीदे का है. രണ്ടിലും അദ്ദേഹം കവിത പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലിയാണ് അത് പിന്നീട് ഈ പാഠത്തിൽ വിശദീകരിക്കുന്നത്. ഇനി പറയാനുള്ളത് മുസ്ഹഫി ഇൻഷാ കെ ഹം അസർ ഹെ. മുസ്ഹഫി ഇൻഷാൻ്റെ അതേ കാലഘട്ടത്തിനാണ്. ഉനൂനെ भी अरबी और फारसी दोनों ज़ुबानों में कसीदे कहे. उनके कसीदों में वो शान और शौकत और बुलंद परवाज़ी मिलती थी जो कसीदे के लिए ज़रूरी है, लेकिन वो जोशो खरोश नहीं है. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു പ്രത്യേകത വളരെ വളരെ പ്രൗഢിയോടുകൂടി അന്തസ്സോടുകൂടിയുള്ള കവിതകളായിരിക്കും. പക്ഷേ കസീദയ്ക്ക് വേണ്ട ആ ഒരു ബുലന്ദ് പർവാസി ജോ കസീദ, പക്ഷേ ആ ഒരു ആവേശത്തോടുകൂടെ ആ ഒരു ആവേശം, ആ ഒരു ആത്മാർത്ഥത അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിലയിരുത്തുന്നത്. പിന്നെ സൗദ കെ ബാദ് ഉറുദു അദബ് കെ സബ്സെ ബഡ കസീദ നിഗാർ ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം സൗഖ് ഹെ. ഇനി സൗദയ്ക്ക് ശേഷം പ്രഗത്ഭനായ മറ്റൊരു ഉറുദു കവി ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പേരാണ് മുഹമ്മദ് ഖലി ഖുത്ബ് ഷാ സൗദ സൗഖ്. മൂന്നാമത്തെ ആൾ സൗഖ് എന്ന ആൾ, അഥവാ അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം സൗഖ്. ഉനെ ബഹാദുർ ഷാ ജഫർ की ഉസ്താദി का शरफ भी हासिल था. അദ്ദേഹം ബഹാദുർ ഷാ ജഫറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കൂടെയായിരുന്നു. इसलिए उनके तमाम कसीदे अकबर शाह सानी और बहादुर शाह जफ़र की मदह में हैं. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കസീദകളെല്ലാം ഇവരെ മദഹ് ചെയ്തുകൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. ബഖൗൽ മൗലാന ഹുസൈൻ ആസാദ് ज़ौक़ ने कसीदे को ऐसी ऊंची मेहराब पर सजाया कि यहाँ तक किसी का हाथ नहीं पहुँच जाता. ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് ദൗക്കിനെ കുറിച്ച്. ദൗക്കിൻ്റെ കവിതകളാണ് ആർക്കും കയ്യെത്താ ദൂരത്തേക്ക് കസീദയെ എത്തിച്ചത് ദൗക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ദൗക്ക് കെ ഹം അസ്റോ മേ ഗാലിബ് और മുഅ്മിൻ ने ചന്ദ് അച്ഛ കസീദെ കെ ഹെ. ദൗക്കിൻ്റെ കാലക്കാരായ ഗാലിബും മുഅ്മിനും നല്ല കസീദകൾ തന്നെ പാടിയിട്ടുണ്ട്. ഇവരെ നമ്മൾ മുഅ്മിൻ കെ കസീദ സിയാദതർ ബുസുർഗാൻ ദീൻ കി മദഹ് മേ ഹെ. മുഅ്മിന് അധികവും മതപണ്ഡിതന്മാരെ കുറിച്ചാണ് കവിതകൾ പാടിയത് എങ്കിൽ ഗാലിബ് കെ ഉറുദു മേ 4 കസീദെ മിൽത്തെ ഹെ. ഗാലിബിൻ്റെ 4 കസീദകളാണ് നമുക്ക് കിട്ടുക. ജിൻമേ ദോ ഹസ്രത് അലി കി മദഹ് മേ ഹെ. 2 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മദഹിലും और 2 ബഹാദുർ ഷാ ജഫർ की मदह में है. 2 ബഹാദുർ ഷാ ജഫറിൻ്റെ മദഹിലുമാണ്. और इल्मियत और फ़न शेर में महारत के ज़ामिन है. അതുപോലെ
പ്രാഗൽഭ്യത്തിലും പാണ്ഡിത്യത്തിലും അദ്ദേഹം വളരെ अत्युन्नतिയിലാണ്. मुमिन और गालिब के बाद कसीदा निगारी में एक अहम नाम मोहसिन काकूरी का है. പിന്നീട് വന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് मोहसिन काकूरी, जिन्होंने बहुत से कसीदे कहे. उनका कसीदा सिमत काशी से चला जानिब मित्रा बादल बहुत मकबूल हुआ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേരാണ് വളരെ സ്വീകാര്യമായിട്ടുണ്ട്. मोहसिन काकूरी के अलावा दाग दहलवी, मुनीर शिकोह आबादी, आमिर मीनाई, जलाल लखनवी, अजीज़ लखनवी और जलील मांगपुरी वगैरह ने भी कसीदा कहे. ഈ ആളുകളൊക്കെ പിന്നീട് കസീദ പാടിയിട്ടുണ്ട്. ഉന്നെ कोई ख़ास शोहरत न हासिल हुई, പക്ഷേ അവർക്ക് വേണ്ടത്ര പ്രസിദ്ധി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. आज न बादशाह हैं और न उनका दरबार और न ही इनाम और इकराम की बारिश करने वाले और फ़न की कदर करने वाले कदरदान. ऐसी हालत में अगर कसीदे को जवाल न आता तो ताज्जुब की बात थी. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സമ്മാനം കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഈയൊരു കലയെ ഇത്ര വലിയ പ്രാധാന്യത്തോടു കൂടെ കാണുന്നവരോ ഈ കാലഘട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഈ കസീദ നീങ്ങിപ്പോകുന്നു, അത് ഇല്ലാതായിത്തീരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആജ് ഈ സിൻഫുക്കോ ഘൻ ലഗയ, लेकिन हकीकत यह है कि आज भी ज़ाती मुफाद से ऊपर उड़कर काम करने वालों की इज़्ज़त और हौसला अफजाई सिर्फ इसी सिन्फ के ज़रिए मुमकिन है. പക്ഷേ ഇന്നും ഒരാളെ പുകഴ്ത്തണമെങ്കിൽ നമുക്ക് കസീദ എന്ന മാർഗം തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നത് വാസ്തവമാണ്. ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. അഥവാ കസീദയുടെ ഇർത്തിഖ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായി ഓർമ്മ വരേണ്ടത് മുഹമ്മദ് ഖലീ ഖുതുബ് ഷാ, പിന്നീട് അത് നേരവണ്ണം ഒരു കസീദ എന്ന വേറൊരു സിൻഫെ സുഖനാക്കി തീർത്തത് സൗദയാണ്. അതിൻ്റെ ശേഷം നമുക്ക് പ്രത്യേകമായി പറയാനുള്ളത് സൗക്കനെ കുറിച്ചാണ്, ഷെയ്ഖ് ഇബ്രാഹിം സൗക്കനെ കുറിച്ചാണ്. പിന്നെ ഗാലിബ് മുഅ്മിനി എന്ന പേരും മറക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മർസിയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നോട്ടാക്കി വെക്കണം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.